ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് പാലക്കാട്ടിലെ ഫേമസ് ആയ റാവുത്തർ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ജീരകശാല റൈസിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനിലും മട്ടണിലും ബീഫിലും ഈ ബിരിയാണി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വെജിറ്റബിൾ വെച്ചിട്ടും ഇതേപോലെ നമുക്ക് ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം തന്നെ നന്നായി കഴുകി ഒരു 3 വെള്ളത്തിലെല്ലാം കഴുകി എടുത്ത് നമ്മൾ കുതിരാനായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കുതിരാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഇവിടെ 1 കിലോ അരിക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി വരും, അതിനായിട്ടാണ്. ഇനി ബിരിയാണി പാനിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആദ്യം ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒരു 150 ml ഓയിൽ ചേർത്തിട്ടുണ്ട്. സാധാരണയായിട്ട് ഒരു 200 ml ഓയിൽ വരെ നമുക്ക് 1 കിലോ റൈസിന് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 4 പട്ട, ഒരു 10 ഏലക്ക, 10 ഗ്രാമ്പു ഇതെല്ലാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കിലോ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാണ് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് 1 കിലോ ബിരിയാണിക്ക് 10 പച്ചമുളക് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഞാനിവിടെ 10 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി 5 അല്ലെങ്കിൽ 6 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളിയാണ്, ഒരു 20 ചെറിയുള്ളി ചതച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബിരിയാണിയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ചെറിയുള്ളി. അതുകൊണ്ട് ഇത് മസ്റ്റായി ചേർക്കണം. ഇപ്പം ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വരണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിപ്പിടിച്ച് പോകും. ഇപ്പോൾ നല്ല നിറം മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും ഇത് വഴന്ന് വരാനായിട്ട്. പക്ഷേ ക്ഷമയോടെ വേണം നമ്മളിത് ചെയ്യാൻ. ഇത് അടിപ്പിടിച്ചാൽ ബിരിയാണിയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഗരം മസാലപ്പൊടിയിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കാറില്ല. ഇനി ഇവിടെ ഞാനൊരു 3 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ആയിട്ട് എടുക്കാനും കളറുള്ള തക്കാളി ആയിട്ട് എടുക്കാനും ശ്രദ്ധിക്കുക. അത് ബിരിയാണിയുടെ കളർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി, ബിരിയാണിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി വഴറ്റി ഇപ്പോൾ തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം ഇങ്ങനെ ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണ് അതിൽ 1.5 ടീസ്പൂണ് നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം എരിവ് കഴിക്കാത്തവരാണെങ്കിൽ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി മുളക് പൊടിയുടെ എല്ലാം പച്ചമണം എല്ലാം നന്നായി പോയി തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞ് മസാല നന്നായി വെന്ത് വരണം. അതുവരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇനി കുറച്ച് ഒരു പിടി പുതിനയും അതുപോലെ ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കാക്കുക. ഇപ്പോൾ എണ്ണയെല്ലാം മസാലയെല്ലാം വെന്ത എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം വന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാലയും ചിക്കനും കൂടി യോജിപ്പിച്ചെടുക്കാം. ഈ ചിക്കൻ ഈ മസാലയിൽ കിടന്ന് വേവുമ്പോൾ ഉപ്പും എരിവെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചോളും. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള
നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ നാരങ്ങയുടെ ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇപ്പോൾ പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ചിക്കനിൽ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നന്നായിട്ട് ഒരു ഹാഫ് കുക്കായിട്ട് വരും. അപ്പോൾ ഇത് ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാനാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യണത് അരി അതിൻ്റെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും എരിവെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. ഇപ്പം എണ്ണ ഇതുപോലെ മേലെ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ആ എണ്ണ നീക്കിയ ശേഷം ഉള്ളിൽ ഗ്രേവി എടുത്തിട്ട് വേണം നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ എപ്പോഴും കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, ഉപ്പിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് അതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണിക്ക് നമ്മൾ അരി നന്നായിട്ട് ഊറ്റിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ ചോറ് കുഴയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരി ഇടുന്ന സമയത്തും അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടുക. എന്നിട്ട് അപ്പം തന്നെ നന്നായിട്ട് ഒരുപോലെ ഇളക്കി കൊടുക്കുക. അരി എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ അരി ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് ഹാർഷായിട്ട് ഇളക്കരുത്, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ ഈ സമയം. പക്ഷേ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അത് അരി എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താനും ഒരേപോലെ വേവാനും ആയിട്ടാണ്. ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിതുപോലെ അരിയും വെള്ളവും ഒരേ ലെവലിൽ വരും. ആ സമയം ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിലാക്കി വെക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ നമ്മൾ അടച്ച് വെച്ച് കുക്കാക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ അരി വന്നിട്ട് ഒരു 70% വെന്തിട്ടുണ്ടാകും. ഇനി ഇതൊന്ന് മിക്സാക്കി ഇളക്കി എല്ലാ ഭാഗത്തും ഒരേപോലെ ഇളക്കി ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. മേലെ അരിയൊക്കെ ഡ്രൈ ആവാണ്ടിരിക്കാനാണ് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. ദം ചെയ്യാനായിട്ട് ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്, ആവി വെളിയിൽ പോവാണ്ടിരിക്കാനായിട്ട്. ഇനി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുക. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ദം ചെയ്ത ശേഷം നമ്മൾ 15-20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 20 മിനിറ്റും കൂടി അതേപോലെ വെക്കുക. അതിന് ശേഷം മാത്രം ദം പൊട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ദമ്മിന്ന് എടുത്ത ശേഷം ബിരിയാണി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.